അപ്പം ഞങ്ങൾ മലപ്പുറത്തെ വിശേഷങ്ങൾ കാണാൻ പോരി. അപ്പോൾ ഇന്നൊരു ഈവനിങ് വ്ളോഗാണ്. നല്ല വെയിലൊക്കെയാണ് ഇപ്പം ഇന്ന്. അപ്പോൾ ഇന്നൊരു ഈവനിങ് വ്ളോഗ് ചെയ്യാമെന്ന് വെച്ച് അതിൻ്റെ പണിപ്പുരയിലാണ് കേട്ടോ. അപ്പോൾ ഞാനൊരു വ്ളോഗ് ചെയ്ത അപ്പോൾ അതിലൊരു റെസിപ്പി ചെയ്തിരുന്നു. റെസിപ്പല്ല, ഒരു 4 മണി പലഹാരം. അപ്പോൾ അതിൻ്റെ ഡീറ്റെയിൽ ആയിട്ടുള്ള വീഡിയോ വേണം പറഞ്ഞിട്ട് ചോദിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതാണ് ഇപ്പോൾ ഞാൻ ചെയ്യണത്. നമുക്ക് വീഡിയോയിലേക്ക് പോയാലോ. അപ്പോൾ വൈകിട്ട് ചോറ് വയ്ക്കുക കേട്ടോ. ഞാൻ ഇന്ന് ഒരുമിച്ച് വയ്ക്കൽ. ഇന്ന് വീട്ടിൽ നാത്തുമാരൊക്കെ വിരുന്ന് വന്നിട്ടുണ്ട്. അപ്പോൾ അതുകൊണ്ട് ഞാൻ ഒരുമിച്ച് വെച്ചിട്ടില്ല. അപ്പോൾ വൈകിട്ടുള്ളത് അങ്ങനെ വയ്ക്കുകയാണ്. അപ്പോൾ ഇതാണ് കേട്ടോ ഞാൻ ഒരു വ്ളോഗിൽ ചെയ്തിട്ടുള്ള ഇത് കലത്തപ്പാണ്. കാണുമ്പോൾ സിമ്പിളാണ് തോന്നും, പക്ഷേ അത് കുറച്ച് റിസ്ക് തന്നെയുണ്ട് ചെയ്യാൻ. അത് നല്ല കണക്കും കാര്യവും വേണം. ഫസ്റ്റൊന്നും ചിലപ്പോൾ ശരിയാവണമെന്നില്ല. ഇൻ്റെത് അങ്ങനെ ചെയ്തിട്ട് ഞാൻ ചെയ്തപ്പോഴൊന്നും ഫസ്റ്റൊന്നും ശരിയായിട്ടില്ലെന്നില്ല. പക്ഷെ ഞാൻ തോറ്റില്ല. പിന്നെയും ഉണ്ടാക്കിയിട്ട് ജയിക്കണം എന്നുള്ള വാശിയിൽ ഞാനത് ചെയ്തു. എല്ലാം പോലും ചെയ്തെങ്കിലല്ലേ ഇപ്പോൾ നമുക്ക് അറിയുള്ളൂ. അപ്പം ഞാൻ അരി തലേന്നൊക്കെ വെള്ളത്തിലിട്ട് വെച്ച് രാവിലെ അരച്ചിട്ടുണ്ട് കേട്ടോ. അരയ്ക്കുകയാണ്. അപ്പോൾ അതിന് നമ്മൾ പച്ചരി, 1 ഗ്ലാസ് പച്ചരി, അതുപോലെ തന്നെ കുറച്ച് നാളികേരം, പിന്നെ നല്ല ജീരകം, പിന്നെ അപ്പസോഡ, ഉപ്പ്, ഇത്രയും സാധനങ്ങൾ. പിന്നെ അതിലേക്ക് കുറച്ച് വെള്ളം ഒഴിച്ചിട്ട് നല്ല പോലെ അരയ്ക്കുക. നല്ല പോലെ അരച്ചിട്ട് അത് നമ്മളൊരു പാത്രത്തേക്ക് മാറ്റി വയ്ക്കുക. വെള്ളം കൂടരുത് കേട്ടോ. വെള്ളം കൂടാനേ പാടില്ല. വെള്ളമാണ് ഇതിൽ മെയിൻ. എന്നാൽ വെള്ളം കുറയാനും പാടില്ല, എന്നാൽ കൂടാനും പാടില്ല. അങ്ങനെ ഒരു പാകമുണ്ട്. എനിക്കിപ്പോൾ ചെയ്ത് എനിക്കിപ്പോൾ അത് അതിൻ്റെ കണക്കും കാര്യമൊക്കെ റെഡിയായി. അപ്പോൾ അതിലേക്കുള്ള ശർക്കര പാനി ഒരുക്കാൻ നിൽക്കുകയാണ് ഞാൻ. ശർക്കര അച്ചൊക്കെ 4 ശർക്കര അച്ചാട്ടോ. അതൊക്കെ കുത്തി പൊട്ടിച്ച് അങ്ങനെ ചട്ടിയിലിട്ട് പാകത്തിന് കുറച്ച് വെള്ളം ഒഴിച്ചിട്ടുള്ളൂ കേട്ടോ. വെള്ളം ഏറിയാൽ പിന്നെ പെട്ടു. എൻ്റെ ഇത് കുറച്ച് വെള്ളം ഏറിയിട്ടുണ്ട് തോന്നണം, പക്ഷേ ഞാനത് അഡ്ജസ്റ്റ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ അതേപോലെ ഇങ്ങോട്ടും വെള്ളം ഏറി കഴിഞ്ഞാൽ അതൊന്ന് നല്ലോണം വറ്റിക്കുക, അത്ര കേട്ടോ. അല്ലെങ്കിൽ വെള്ളം ഒഴിക്കുമ്പോൾ ഫസ്റ്റ് തന്നെ ഇത്തിരി വെള്ളം ഒഴിക്കുക. കാരണം ശർക്കര കുറുകി വരുമ്പോൾ തന്നെ ഇങ്ങനെ വെള്ളമായി വരുമല്ലോ. നമുക്ക് ആവശ്യമുണ്ടെങ്കിൽ ഇത്തിരി ഒഴിച്ചു കൊടുത്താൽ മതി. ടെൻഷൻ അടിക്കൊന്നും വേണ്ട. പിന്നെ നല്ല ഫസ്റ്റ് ഉണ്ടാക്കുമ്പോൾ ശരിയാവണമെന്നില്ല. അതും ഇപ്പം തന്നെ പറയാം കേട്ടോ. നമ്മൾ ചെയ്യുക, എന്ത് കാര്യം നമ്മൾ ചെയ്തെങ്കിലല്ലേ ശരിയാവൂലെന്ന് അറിയാം. അല്ല ചെയ്യാതെ വന്നാൽ നമുക്ക് ശരിയാവൂലെന്ന് അറിയില്ലല്ലോ. ചിലവർക്ക് ശരിയാവും, ചിലവർക്ക് ശരിയാവില്ല. അങ്ങനത്തെ ഡയലോഗിനൊന്നും ഞാനല്ല കേട്ടോ. എന്തായാലും ശരിയാവും. ഞാൻ ഉണ്ടാക്കിയില്ല, അപ്പം നിങ്ങൾക്കും ഉണ്ടാക്കാം. നമ്മൾ ചെയ്യന്നെ. നമ്മളെ വീട്, നമ്മളെ പച്ചരി, നമ്മൾ ശർക്കര, നമ്മൾ ചെയ്യന്നെ. അപ്പം എൻ്റെ ശർക്കര പാനിയൊക്കെ ഇവിടെ ഒരുക്കിട്ടോ. പിന്നെ ഞാനത് നമ്മളെ മാവിക്ക് നല്ലോണം ഒഴിക്കുകയാണ് കേട്ടോ. ആ ഒഴിക്കുമ്പോൾ തന്നെ ഇളക്കുകയും വേണം കേട്ടോ. ഇളക്കാൻ ഒരാളെ കൂടെ ഉണ്ടെങ്കിൽ സുഖമായിരുന്നു. പക്ഷെ എനിക്കാരുമില്ല, ഞാൻ തന്നെ ഇളക്കി, ഒന്നും നോക്കിയില്ല. അപ്പോൾ അത് മാവും നമ്മുടെ ശർക്കര പാനിയും കൂടെ നല്ല പോലെ ഇളക്കി മാറ്റി വയ്ക്കണം. ഞാനിതൊരു രാവിലെ ഒരു 7 മണി ആ ഒരു ടൈമിലാണ് കേട്ടോ ഞാൻ സെറ്റാക്കി വെക്കുന്നത്. ഇതിപ്പോൾ ഈ മാവ് കൂട്ടി അപ്പം തന്നെ ശർക്കര പാനി ഒഴിച്ചിട്ട് അപ്പം തന്നെ കുക്കറിക്ക് ഒഴിച്ച് ഉണ്ടാക്കാനും പറ്റുമോ. പക്ഷേ എനിക്ക് ആ ഒരു സോഫ്റ്റുള്ള പഞ്ഞി പോലത്തെ കലത്തപ്പയ്ക്ക് ഇഷ്ടമല്ല. അതുകൊണ്ട് ഞാൻ അത് ഉണ്ടാക്കലില്ല. ഇനി എന്തായാലും ഒന്ന് ചെയ്ത് നോക്കണത്. വലിയ ഇഷ്ടമല്ല, എന്നാലും ഞാൻ ചെയ്യുന്നുണ്ട് അത് ആവശ്യപ്പെടുകയാണെങ്കിൽ. അങ്ങനെ ഞാനത് അടച്ചു വെച്ച് ഒരു 4, 4:30, 5 മണിയൊക്കെ ആയപ്പോൾ അയൽക്കൂട്ടം കഴിഞ്ഞ് വന്നിട്ടാണ് ഈ പരിപാടിക്ക് കിടക്കുന്നത് ഉണ്ടാക്കാനുള്ളത്. അപ്പോൾ അതിന് ഞാൻ വലിയ ഉള്ളിയും അതുപോലെ തേങ്ങാക്കൊത്തൊക്കെ നുറുക്കി വെച്ചിട്ടോ. ചെറിയ ഉള്ളിയാണ് വേണ്ടത്, പക്ഷേ വലിയ ഉള്ളിയുള്ളത്. ചെറിയ ഉള്ളി കഴിഞ്ഞിട്ടുണ്ട്. അപ്പം ഞാൻ അത് കാത്ത് നിൽക്കുമ്പോഴത്തേന് കാലത്തപ്പം സെറ്റാവില്ല. അപ്പോൾ ഞാൻ വെല്ലുള്ളിയാണ് എടുത്തത്. നോക്കണ്ട, എല്ലാതും കൂടെ ഒരുമിച്ചിട്ടൊന്നും ഇപ്പോൾ നമുക്ക് ശരിയായി സെറ്റായി കിട്ടൂല. അപ്പോൾ ചെറുള്ളി എടുത്താൽ ഒന്നുകൂടി ടേസ്റ്റ് കൂടും. അത് ചെറിയ ഉള്ളി ഇല്ലാത്തതുകൊണ്ട് ഞാൻ വലിയ ഉള്ളി എടുത്തു. അപ്പോൾ അത് നിങ്ങൾ സെറ്റാക്കി എടുക്കുക. അപ്പോൾ പിന്നെ തേങ്ങാക്കൊത്തും തന്നെ അങ്ങനെ കുഞ്ഞു പീസാക്കിയിട്ട് അങ്ങനെ എടുത്തു. ഇത്രയും മതി. അത് നല്ലപോലെ തേങ്ങാക്കൊത്തൊക്കെ ഒന്ന് നല്ലപോലെ ആ എണ്ണയിൽ കിടന്ന്, അല്ലെങ്കിൽ കുറച്ച് നെയ്യുണ്ടെങ്കിൽ അങ്ങനെയാക്കട്ടോ. വെളിച്ചെണ്ണയിൽ കിടന്ന് സെറ്റായി ഒന്ന് ഫ്രൈ ആയി വരണം. പിന്നെ ഉണ്ണിയപ്പം നെയ്യപ്പം ഒക്കെ പറഞ്ഞാൽ നല്ല എണ്ണ വേണം. ആ ഒരു സ്ഥാനത്ത് നമുക്ക് ഈ കലത്തപ്പാണെങ്കിൽ കുറച്ച് എണ്ണ മതി. പിന്നെ ഞാൻ അധികം മാസത്തിലൊരു എല്ലാ ആഴ്ചയിലും ഒരു 2-3 ആഴ്ചയിൽ ഒരു പ്രാവശ്യം എന്തായാലും ഇത് ഉണ്ടാക്കലുണ്ട്.
അത്രേ ഉള്ളൂ. ശർക്കരയും തേങ്ങയും ഉണ്ടെങ്കിൽ പിന്നെ ഞാൻ 4 മണിക്ക് ചെയ്തിട്ടുണ്ടാക്കും. ഒരു കാറ്റാണ്, ആ കാറ്റ് വന്നു കഴിഞ്ഞാൽ പിന്നെ ഞാൻ എന്തെങ്കിലുമൊക്കെ ഒരു കുത്തുകണി ഉണ്ടാക്കും. അപ്പോൾ ഈ വെളിച്ചെണ്ണക്ക് വില കൂടിയ സമയത്ത് നമുക്ക് എല്ലാവർക്കും വീട്ടിലുണ്ടാക്കാൻ പറ്റിയൊരു സംഭവം തന്നെയാണിത്. കുറച്ചെണ്ണ മതി ഇതുണ്ടാക്കാൻ. നമ്മളെ നെയ്യപ്പം ഉണ്ടാക്കണ പോലത്തെ അത്ര തോനെ വെളിച്ചെണ്ണേൻ്റെ ആവശ്യമൊന്നുമില്ല. അപ്പോൾ എന്തായാലും എൻ്റെ തേങ്ങാക്കൊത്ത് അവിടെ റെഡി ആയിട്ടുണ്ട്. നമ്മളെ ചെറിയുള്ളി കേട്ടോ, വലിയുള്ളി ചെറിയുള്ളി ഇല്ലാത്തതുകൊണ്ട് ഞാൻ വലിയുള്ളി എടുത്തു. അപ്പോൾ വലിയുള്ളി അവിടെ ഒന്ന് ഫ്രൈ ആക്കി എടുക്കുക. അപ്പോൾ നിങ്ങൾ എടുക്കുമ്പോൾ ചെറിയുള്ളി എടുക്കുക കേട്ടോ. ഞാൻ പറയാനായിട്ട് ഓള് വെല്ലുള്ളിയാണ് എടുക്കുന്നത് കാരണം എടുക്കാൻ നിൽക്കണ്ട, ചെറിയുള്ളിയാണ് രസം. എൻ്റെ അടുത്ത് ഇല്ല. ഇനി ഞാൻ പറഞ്ഞാൽ ഇനി ഏട്ടൻ പറയും എനിക്ക് ഇന്നലെ പറഞ്ഞുകൊണ്ടിരുന്നില്ലേ അങ്ങനെ ഇങ്ങനെ അറിയും. അപ്പോൾ പിന്നെ ഞാൻ മുണ്ടിയിട്ടില്ല. ഇനി ഉള്ളതുകൊണ്ട് ഉണ്ടാക്കുക. ഞാൻ അങ്ങനെ തന്നെ ഉണ്ടാക്കൽ കേട്ടോ, ഉള്ളതുകൊണ്ട് ഉണ്ടാക്കും. ചിലപ്പോൾ ചിക്കൻ കൊണ്ടുവരുമ്പോൾ ചിലപ്പോൾ തക്കാളി പറയാൻ മറന്നിട്ടുണ്ടാവും. ചീത്ത കിട്ടേണ്ട രീതിയിൽ ഞാൻ ഉള്ളി ആണെങ്കിൽ ഉള്ളി ഇട്ടുണ്ടാക്കും. അല്ലെങ്കിൽ ചിക്കനിൽ മഞ്ഞൾപ്പൊടി മുളക് പൊടിയും ചിക്കൻ മസാലയും മല്ലിപ്പൊടി ഇട്ടുണ്ടാക്കും. അങ്ങനെ ഉണ്ടാക്കും. എന്താണെന്ന് വെച്ചാൽ അതുപോലെ ഉണ്ടാക്കുക, അത്രേ ഉള്ളൂ. ഒരു വട്ടം നമ്മളിത് ഉണ്ടാക്കി സെറ്റായി കഴിഞ്ഞാൽ നമുക്ക് പിന്നെയും ഉണ്ടാക്കാൻ തോന്നും. കാരണം അതിൻ്റെ ആ ഒരു താളം കിട്ടിക്കഴിഞ്ഞാൽ റെഡിയാവും. ഫസ്റ്റൊക്കെ ചിലപ്പോൾ നമ്മൾ തോന്നുന്നു പാടുന്നെങ്കിലും പിന്നെ നമ്മൾ ഉണ്ടാക്കി അതിൻ്റെ ഒരു രീതി പിടി കിട്ടിയാൽ പിന്നെ അങ്ങനെ ആരും നമ്മൾ ഉണ്ടാക്കും. എനിക്കതിൻ്റെ രീതി പിടി കിട്ടി. അപ്പോൾ എനിക്ക് സിമ്പിളാണ്. നമ്മളിപ്പോൾ ദോശ ഉണ്ടാക്കും പോലെ നൂലപ്പം ഉണ്ടാക്കും പോലെ അത്ര പണി തന്നെ ഉള്ളൂ. ഇപ്പോൾ വലിയ പണിയും കാര്യങ്ങളൊന്നുമില്ല. മാവ് അരച്ച് വെക്കുന്ന ആ ഒരു പണി, പിന്നെ അടുത്ത് ആ ഒരു ചുടുന്ന പണി, അത്രേ ഉള്ളൂ. നമ്മൾ ഉള്ളിയൊക്കെ ഫ്രൈ ആയിട്ടോ ഇങ്ങനെ വറുത്ത് കോരുക. പിന്നെ വെളിച്ചെണ്ണ ഒന്ന് ഒഴിക്കുക, കുക്കറിക്ക് ഒഴിക്കുക, മാവ് പാരുക, അത്രേ ഉള്ളൂ കേട്ടോ പണി. തീ സിമ്മിൽ വെച്ചാൽ മതി കേട്ടോ, തീ കൂടാൻ പാടില്ല. നല്ല കുക്കറൊന്ന് നല്ലോണം ചൂടായിട്ട് അതിലേക്ക് നമ്മൾ വെളിച്ചെണ്ണ ഒഴിച്ചിട്ട് മാവ് ഒഴിച്ചിട്ട് പിന്നെ നമ്മളെ ഉള്ളിയും തേങ്ങാക്കൊത്തില്ലേ അതിൻ്റെ മുകളിലൊന്ന് വിതറി കൊടുക്കുക. ഇത്രയും പണിയുള്ളൂ ഉണ്ടാക്കാൻ. പിന്നീട് കേട്ടോ കുറച്ച് പണി. പിന്നെ നമ്മൾ അതിൻ്റെ അടപ്പ് അല്ലേ, കുക്കറിൻ്റെ അടപ്പ്, ഇതിൻ്റെ വാഷർ അതിൽ വേണം. വിസിൽ ഊരി വയ്ക്കണം കേട്ടോ. വിസിൽ ഊരി വെച്ചിട്ടില്ലെങ്കിൽ കരിയും. അപ്പോൾ അതുകൊണ്ട് വിസിൽ ഊരി വയ്ക്കാൻ മറക്കരുത് ആരും. അപ്പോൾ എൻ്റെ കാലത്തപ്പോൾ അതാ സെറ്റായിട്ടുണ്ട് കേട്ടോ. ഫസ്റ്റത്തത് ഇങ്ങനെയാണ്. അപ്പം ഞാനതൊന്ന് കുത്തി നോക്കുന്നുണ്ട്. ഇടയ്ക്കൊന്ന് തുറന്ന് നോക്കണം കേട്ടോ ആയിനോന്നൊക്കെ ഉള്ളത്, നമുക്കൊരു ഇതറിയാൻ വേണ്ടിയിട്ട്. അപ്പോൾ ഇതിൻ്റെത് കുഴപ്പമൊന്നും ഇല്ല, ആയിട്ടുണ്ട്, വെന്തിട്ടുണ്ട്. ഞാനൊരു 5 മിനിറ്റ്, നമുക്കൊരു 5 മിനിറ്റ് നമ്മൾ മാവ് പാലിനനുസരിച്ച് ഒരു 5 മിനിറ്റ് കഴിഞ്ഞിട്ടൊന്ന് തുറന്ന് നോക്കുക. അപ്പോൾ വെന്തണോന്ന് അറിയാൻ ഇങ്ങനെ ഒന്ന് കുത്തി നോക്കിയാലും മതി. പിൻ്റെത് എന്തായാലും റെഡിയായി കിട്ടിയിട്ടുണ്ട്. എൻ്റെ പിന്നെ ചുട്ട് കലത്തപ്പം ചുട്ട് വേഗം വരും കേട്ടോ. ചൂടാണെങ്കിൽ നമുക്ക് കലത്തപ്പം ഈ കുക്കറിൽ നിന്ന് എടുക്കാൻ കഴിയുള്ളൂ കേട്ടോ. പെട്ടെന്ന് തന്നെ അങ്ങനെ കത്തിയിട്ട് ഇളക്കിയെടുത്താൽ അത് പൊളിഞ്ഞു പോരും. അപ്പോൾ ഇതിൻ്റെത് എന്തായാലും തണുപ്പൊക്കെ മാറി വേഗം കിട്ടിയിട്ടുണ്ട്. ഞാൻ അടുത്തതും കൂടെ ചുടുകയാണ്, കാരണം എല്ലാവരും തിന്നാനായിട്ട് വെയിറ്റ് ചെയ്ത് നിൽക്കുകയാണ്. അപ്പം ഞാൻ വേഗം അതൊക്കെ ഒന്ന് മുറിച്ച് സെറ്റാക്കി കൊടുത്തിട്ടുണ്ട്. പക്ഷെ അതൊന്നും നിൽക്കില്ല, കുറേ ആൾക്കാരുണ്ട് ഇന്ന് കഴിക്കാൻ, ചേച്ചിമാരൊക്കെ ഉള്ളതുകൊണ്ട്. അപ്പോൾ പിന്നെ അടുത്തതും കൂടെ ഞാൻ വേഗം ചുടുകയാണ്. എനിക്ക് പിന്നെ ഇങ്ങനെ ഉണ്ടാക്കുന്നത് വലിയ ഇഷ്ടമാണ് കേട്ടോ. കഴിച്ചിട്ടില്ലെങ്കിലും ഇങ്ങനെ എന്തെങ്കിലുമൊക്കെ ഉണ്ടാക്കുന്നത് വലിയ ഇഷ്ടമാണ്. അപ്പോൾ പിന്നെ അങ്ങനെ ഉണ്ടാക്കാൻ താല്പര്യമുള്ള ആരെങ്കിലുമൊക്കെ ഉണ്ടെങ്കിൽ ഇന്ന് കമൻറ്റ് ചെയ്യട്ടോ. പിന്നെ എൻ്റെ വീഡിയോ ഒക്കെ ഒന്ന് കാണുന്നുണ്ടെങ്കിൽ ഇഷ്ടമായാൽ അതൊന്നും ചെയ്തോളി. കമൻറ്റ് ഇഷ്ടമുണ്ടെങ്കിൽ ചെയ്താൽ മതി. അതൊന്നും ഇപ്പോൾ നമ്മളാരും നിർബന്ധിക്കാൻ പറ്റില്ലല്ലോ. അപ്പം ഞാൻ അടുത്തതും കൂടെ അടിച്ചുവിടട്ടെ. ഇനിയിപ്പോൾ ഞാൻ ആർക്കും തികഞ്ഞില്ല എന്നുള്ള പരാതി പറയാൻ പാടില്ലല്ലോ. ഓലൊക്കെ വരുമ്പോൾ രസമല്ലേ, അവർക്കൊക്കെ അങ്ങനെയൊക്കെ കാണുമ്പോൾ. അല്ല, ഓൾക്ക് നല്ല ഇഷ്ടമാണ് അങ്ങനത്തെയൊക്കെ. അതുകൊണ്ട് പിന്നെ നമുക്ക് ഉണ്ടാക്കാൻ ഇഷ്ടമാണ്, അത്രേ ഉള്ളൂ. ഏട്ടനും ഇഷ്ടമാണ് കലത്തപ്പം. അപ്പോൾ കിടക്കട്ടെ. അപ്പോൾ നമ്മൾ രണ്ടാമത്തതും അങ്ങനെ മാവൊക്കെ ഒഴിച്ച് നമ്മളെ ഉള്ളിയും തേങ്ങാക്കൊത്തൊക്കെ വിതറി വിസിലൊക്കെ ഊരിച്ച് നമ്മളെ 2 കലത്തപ്പം അവിടെ സെറ്റായിട്ടുണ്ട്. ലാസ്റ്റത്തെ കലത്തപ്പം കുറച്ച് എടുത്തപ്പോൾ ഇതായിട്ടുണ്ട്, പൊട്ടിയിട്ടുണ്ട്. കാരണം ക്ഷമല്ല അപ്പം തന്നെ എല്ലാവർക്കും കഴിക്കാനുള്ള ആ ഒരു ഇതിൽ ആയതുകൊണ്ട് ഞാൻ പിന്നെ വേഗം അതൊക്കെ വലിച്ച് പറിച്ചെടുത്തു. ഫസ്റ്റത്തെ പിന്നെ വേഗം കിട്ടിയിട്ടുണ്ട്, മറ്റേ പിന്നെ അങ്ങനെ ചൂടാറാൻ നിന്നിട്ടില്ലേ ഞാൻ. ഇതാണ് എൻ്റെ കലത്തപ്പം. എനിക്ക് ഇങ്ങനെ പൊങ്ങി കിട്ടണം. നല്ല കട്ടി ഇഷ്ടമല്ല കേട്ടോ, എന്നാൽ കട്ടി വേണമെന്ന് ആ ഒരു പാകത്തിന്.
ഇങ്ങനെ നല്ല ഉഷാറായിട്ട് വന്നിട്ടുണ്ട്. ഞാൻ ചോറ് കൂട്ടിയിട്ടില്ല കേട്ടോ. ചോറിക്ക് ആദ്യമൊക്കെ ഞാൻ അത് ചെയ്യണതിലിങ്ങനെ പഠിച്ചു വരുന്നതിലിങ്ങനെ ചോറൊക്കെ കൂട്ടിയിരുന്നു. പിന്നെ ഞാൻ ചോറൊക്കെ ഒഴിവാക്കി. പിന്നെ തേങ്ങ മാത്രമാക്കി. അപ്പോൾ ഇത്രയേ ഉള്ളൂ ഞങ്ങളുടെ കലത്തപ്പം വിശേഷങ്ങൾ. അപ്പോൾ എന്തായാലും എല്ലാവരും ഒന്ന് ചെയ്ത് നോക്കുക. സിമ്പിളാണ്. അപ്പോൾ ഞങ്ങളെന്തായാലും ചായ കുടിക്കട്ടെ കേട്ടോ.